ഇനി ആ കൃതിയിലേക്ക് കടന്നു വരുമ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇതൊരു സുബ്രഹ്മണ്യ സ്തോത്രമാണ് അല്ലെ. എന്നാൽ അവിടെ വർണ്ണിച്ചിരിക്കുന്നത് നോക്കൂ. ഓം 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 ഹോമധൂമ പ്രകട തടജടാ കോടി ഭൂഗി പ്രപൂരം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓം 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 ഹോമധൂമ പ്രകട തടജടാകോടി ഭോഗി പ്രപൂരം. ഹോമധൂമം, ഹോമധൂമം എന്ന് പറഞ്ഞ എന്താണ്? പുക അല്ലെ. അപ്പൊ ഹോമധൂമം, ഹോമം നടത്തുമ്പോൾ അതിൽ നിന്ന്, ഹോമകുണ്ടത്തിൽ നിന്ന് വരുന്ന പുകച്ചുരുളുകൾ ഉണ്ടല്ലോ, ആ പുകച്ചുരുളുകൾ എങ്ങനെയാണോ പൊങ്ങി വരുന്നത് അങ്ങനെ നമുക്ക് തോന്നിക്കുമാറുള്ള അങ്ങനെ പ്രകടമാകുന്ന, ഹോമധൂമങ്ങൾ പോലെ പ്രകടമാകുന്ന ജടാകോടി ഭോഗി പ്രപൂരം. ജടയിൽ എന്തുണ്ട്? കോടി ഭോഗി പ്രപൂരം. ഭോഗി എന്ന് പറഞ്ഞാല് പാമ്പ് എന്നാണ് അർത്ഥം. അപ്പൊ ജടയില് കോടിക്കണക്കിന് സർപ്പങ്ങളുടെ പൂരം. അപ്പൊ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് എന്തിനെയാ? കൃതി സുബ്രഹ്മണ്യ സ്തോത്രം അല്ലേ. ഇവിടെ എന്തിനാ വർണ്ണിച്ചിരിക്കുന്നത്? ശിവന്റെ ജടയാണ്. ഇനിയും അമ്മമ്മം ആതിഥേയ പ്രണത പദയുഗാംഭോരുഹ ശ്രീവിലാസം അല്ലേ. ആതിഥേയന്മാർ, അതിഥിയുടെ പുത്രന്മാർ. അതിഥി ദിതി രണ്ടുപേരും സഹോദരിമാരാണ്. അപ്പൊ അതിൽ അതിഥിയുടെ പുത്രന്മാർ ദേവന്മാര്, ദിതിയുടെ പുത്രന്മാര് അസുരന്മാര്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആതിഥേയന്മാരാരാണ്? ദേവഗണങ്ങൾ അല്ലെ. അപ്പൊ അമ്മമ്മം ആതിഥേയ പ്രണത പദയുഗാംഭൂരുഹ ശ്രീവിലാസം. ആതിഥേയന്മാര് പ്രണത നമിച്ചുകൊണ്ടിരിക്കുന്ന പദയുഗളങ്ങളുടെ, അംഭൂരുഹം എന്ന് പറഞ്ഞാല് താമര എന്നാണ് അർത്ഥം, പാദപത്മങ്ങളുടെ ശ്രീയിൽ വിലസിയിരിക്കുന്നവൻ നമദേവവൃന്ദം. അത് മറ്റൊരു തരത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുക. നമദേവവൃന്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവന്മാരുടെ സമൂഹത്താൽ നമിക്കപ്പെടുന്നവൻ. അതാരെയാ വിശേഷിപ്പിച്ചിരിക്കുന്നത്? വിനായകനെയാണ് അല്ലെ. അപ്പൊ അത് മറ്റൊരു തരത്തിൽ ഭഗവാൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അമ്മമ്മം ആതിഥേയ പ്രണത പദയുഗാംഭോരുഹ ശ്രീവിലാസം ഉഗ്രനേത്രത്രയ ലസിത വപുർ ജ്യോതിരാനന്ദരൂപം. ഉഗ്രനേത്രത്രയം. നേത്രത്രയം, ത്രയം 3. അപ്പൊ ഉഗ്രനേത്രത്രയം ആരുടെ കാര്യ പറയുന്നത്? ശിവന്റെ തൃക്കണ്ണുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ലസിത വപുർ അഥവാ 3 നേത്രങ്ങൾ, ഉഗ്രനേത്രങ്ങളിൽ ലസിച്ചുകൊണ്ടിരിക്കുന്ന. വപുസ് എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. അപ്പൊ ജ്യോതിരാനന്ദ രൂപമായ ശരീരത്തോടു കൂടിയവനെ ശ്രീം 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 ശീക്രചിത്തഭ്രമഹരം അനിശം ഭാവയേ ബാഹുലേയം. ശ്രീം 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 ശീക്രചിത്തഭ്രമഹരം. ശീഘ്ര ചിത്തഭ്രമം. എന്താ ചിത്തഭ്രമം? ഭ്രാന്ത് അല്ലെ. മനസ്സിന്റെ സമനില തെറ്റുന്ന അവസ്ഥയല്ലേ. ആ സമനില തെറ്റുന്ന അവസ്ഥയെ ഭഗവാൻ എന്ത് ചെയ്യും? ശീഘ്ര ചിത്തഭ്രമ ഹരം. ഹരം എന്ന് പറഞ്ഞ എന്താ? ഇല്ലായ്മ ചെയ്യും എന്നല്ലേ അർത്ഥം. അപ്പൊ മനസ്സിനെ ബാധിക്കുന്ന ആവലാദികളെ എല്ലാം ശീഘ്രമായി പെട്ടെന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ബാഹുലേയനെ അനിശം ഭാവയെ. അനിശം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഭാവിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്റെ മനസ്സിൽ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിനർത്ഥം. അപ്പൊ ഇതിനിടയ്ക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, ആദ്യം ഓം, പിന്നെ അടുത്ത വരിയില് ശ്രീം അല്ലെ. ഇവയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ബീജാക്ഷരങ്ങൾ അല്ലെ. അപ്പൊ ഇതിൽ ഓം എന്ന ബീജാക്ഷരം പരബ്രഹ്മത്തെ കുറിക്കുന്നതാണ്. എന്ത് മന്ത്രവും ഏത് പ്രാർത്ഥനയും നമ്മൾ ആരംഭിക്കുന്നത് ഓം അല്ലെ എന്ന മന്ത്രത്തോടു കൂടിയാണ്. അത് സാക്ഷാത് പരബ്രഹ്മത്തിന്റെ പ്രതീകാത്മകമായിട്ടുള്ള ബീജാക്ഷര മന്ത്രമാണ്. ഇനി വന്നിട്ടുള്ളത് അമ്മമ്മം ആതിഥേയ പ്രണത പദയുഗാംഭോരുഹ ശ്രീവിലാസം. ഈ എന്നുള്ളത് കുബ്ജിക ദേവിയുടെ മൂലമന്ത്രമായി കൂടി ഉപയോഗിക്കുന്ന, കുബ്ജിക എന്ന് പറഞ്ഞാൽ ദുർഗാദേവിയുടെ ഒരു ഭാവമാണത്. അങ്ങനെ പറയാം. മറ്റൊരു വ്യാഖ്യാനം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ആ ഉ മാ, ഈ 3 അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് ഓം എന്ന പദം ഉണ്ടായിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിലെ ആ എന്ന പദം
വിഷ്ണുവിനെ കുറിക്കുന്നതാണ്. അങ്ങനെയുമുണ്ട്. അടുത്തതോ ഊ എന്ന പദം ശിവനെ കുറിക്കുന്നതാണ്. അപ്പൊ അടുത്തതായിട്ട് എന്താ പറയുന്നത്? എന്നുള്ളത് ശിവനെ കുറിക്കുന്ന ഒരു ബീജാക്ഷരം കൂടിയാണ്. അപ്പോ ശിവനെ കുറിക്കുന്ന ബീജാക്ഷരമായിട്ടുള്ള ശിവന്റെയും ബീജാക്ഷരമായും ഷഡാനന ഭാവത്തിലുള്ള സുബ്രഹ്മണ്യന്റെ ബീജാക്ഷരമായും ഉപയോഗിക്കാറുണ്ട്. എന്ന ബീജാക്ഷരം. അപ്പോ ഇവിടെ ആരൊക്കെ കടന്നു വന്നു? ദുർഗ കടന്നു വന്നു, ശിവൻ കടന്നു വന്നു. ഇനി ശ്രീം എന്നുള്ളത് ദേവിയുടെ, ലക്ഷ്മി ദേവിയുടെ ബീജ മന്ത്രമാണ്, ബീജാക്ഷര മന്ത്രമാണ് ശ്രീം എന്നുള്ളത്. അപ്പൊ ആരൊക്കെ വന്നു? ദുർഗ വന്നു, ലക്ഷ്മി വന്നു, ശിവൻ വന്നു, പരബ്രഹ്മം വന്നു. അല്ലെ? അടുത്ത ശ്ലോകത്തിലേക്ക് പോയാലോ? ഹ്രീം 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 കൃഷ്ടഷഡ്കന്ധരമഘമരണാരണ്യ സംവർത്തവന്യം ഐം 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 ഐംഗുദി സദ്ഫല മൃദുമിലിത പ്രാശിയോഗീന്ദ്രവന്ദ്യം ക്ലീം 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 ക്ലിഷ്ടകായ ക്ലമദവദകന ക്ലേശ നിർമൂലനാശം സൗം 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 സൗരകാന്തി ഭ്രമഹരമനിശം ഭാവയേ ബാഹുലേയം. ഹ്രീം ഹ്രീം ഹ്രീം. ഈ ഹ്രീം എന്നുള്ളതും ദുർഗാദേവിയുടെ ഭുവനേശ്വരി ഭാവത്തിലുള്ള ദേവിയുടെ ബീജാക്ഷരമായി ഉപയോഗിക്കുന്നതാണ് ഹ്രീം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഹ്രീം 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 ഹൃഷ്ടഷഡ്കന്ധരമഘമരണാരണ്യ സംവർത്തവന്യം. ഹൃഷ്ടം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് അർത്ഥം. കന്ധരം എന്ന് പറഞ്ഞാൽ കഴുത്ത്. ഇനി ഷഡ് എന്ന് പറഞ്ഞാല് 6. ഭഗവാൻ ഷഡാനനെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അർക്കബിംബമൊരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും. മലയാളത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നു അല്ലെ? ഇത് ഭഗവാൻ രചിച്ചിട്ടുള്ളത് സുബ്രഹ്മണ്യനോട് സംസാരിക്കുന്ന ഭാവത്തിലാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈണത്തിലും താളത്തിലും ഒന്നും ഈ വൃത്തത്തെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ല. സുബ്രഹ്മണ്യ സ്തോത്രങ്ങളില് കൂടുതലും രചിക്കാനായിട്ട് ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്ന 2 വൃത്തങ്ങളാണ്. ഒന്ന് മത്തേപം. മത്തേപ വൃത്തത്തില് 3 കൃതികളുണ്ട്. ഒന്ന് ഗൗരീ സഹായ സുഹൃദൂരീകൃതാവയവ ഭൂരീഷു വൈരിഷു തമ സൂരീകൃതായുധ നിവാരീത ദോഷ നിജനാരീ കലാല സമന ക്രൂരീ ഭവത്തിമിരചാരീഹിതാബദുര നീനീതി സൂരി കരുണാവാരീണ വാരിധര ഗൗരീ കിശോര മമ ദൂരീ കുരുഷ്വ ദുരിതം. ഇതിന്റെ പേരെന്താ? ഷാൺമാധുര സ്തവം അല്ലെ? അവിടെയും ബാഹുലേയൻ എന്ന പേര് പോലെ തന്നെ ഷാൺമാധുരൻ എന്ന പേരാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി മറ്റൊന്നാണ് നാടീരുമീ വിഷയമൂടി ദൃശം നടനമാടിടുവാനരുതിനി കാടീവയോവിതരതീടക്കിവനു കൂടീയമായരിയലും. ഇതിന്റെ പേര് നവമഞ്ജരി. ഇതും മത്തേപ വൃത്തമാണ്. ഇനി ഒന്നുകൂടിയുണ്ട്, വിശാഖ ഷഷ്ടി. ഒട്ടാകെ എണ്ണും ഒരു പട്ടാംഗമായ വഴി കിട്ടാതുഴന്നു വലയും മുട്ടാളനായ മമ കെട്ടായ ദാരസുര മുട്ടായ ദുഃഖമൊഴിവാൻ. ഇതിന്റെ പേര് വിശാഖ ഷഷ്ടി. അങ്ങനെ വിശാഖ ഷഷ്ടി, ഷാൺമാധുര സ്തവം, പിന്നെ നവമഞ്ജരി, ഇവ 3ഉം മത്തേപ വൃത്തത്തിലാണ് ഗുരു രചിച്ചിട്ടുള്ളത്. ഇനി സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ ചമയ്ക്കാനായിട്ട് ഗുരു ഉപയോഗിച്ചിട്ടുള്ള അടുത്ത വൃത്തമാണ് ശ്രദ്ധര. ഈ ശ്രദ്ധര വൃത്തത്തിലാണ് ബാഹുലയാഷ്ടകം, സുബ്രഹ്മണ്യ കീർത്തനം, ഷൺമുഖ ദശകം ഈ 3 കൃതികളും രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇവയുടെയൊക്കെ ഒരു ഭാവം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇതിൽ സുബ്രഹ്മണ്യ കീർത്തനവും ഷൺമുഖ ദശകവും സുബ്രഹ്മണ്യനോട് നടത്തുന്ന ഒരു കോൺവെർസേഷൻ പോലെയാണ് അല്ലെ? സുബ്രഹ്മണ്യനോട് സംസാരിക്കുകയാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അതൊരു സംസാര ഭാഷ പോലെ കണക്കിലെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള, പ്രത്യേകിച്ച് താളമൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ശ്രദ്ധര എന്ന വൃത്തത്തിലാണ് ഈ 3 കൃതികൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഷൺമുഖ സ്തോത്രം, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമുക്ക് താളത്തിലൊക്കെ പാടാൻ പറ്റുന്ന അർക്കബിംബമൊരാറുടിച്ചുയരുന്ന പോലെ വിളങ്ങിടും തൃക്കിരീട ജടക്കിടക്കരവങ്ങളും വിളി തുമ്പയും. ഇത് മല്ലിക എന്ന വൃത്തത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഷൺമുഖ സ്തോത്രങ്ങളില് ഭഗവാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വൃത്തമാണ് ശ്രദ്ധര. ആ ശ്രദ്ധര വൃത്തത്തിലാണ് ബാഹുലയാഷ്ടകം എന്ന കൃതി രചിക്കപ്പെട്ടിട്ടുള്ളത്.